ഇത് തിരുവനന്തപുരം, നമ്മുടെ ഭരണ തലസ്ഥാനം. തിരുവിതാംകൂർ മുതൽ തിരുവനന്തപുരം വരെ മലയാള സിനിമയ്ക്ക് ഒരുപിടി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച ശ്രീ പത്മനാഭൻ്റെ മണ്ണ്, മലയാളത്തിലെ ആദ്യത്തെ സിനിമ പിറവിയെടുത്ത മണ്ണ്. ഇതാണ് കൊച്ചി. ശരിയാണ്, കൊച്ചി പഴയ കൊച്ചിയല്ല. ഒരു ചോട്ടാ മുംബൈ സെറ്റപ്പിൽ ചില്ലറ തരികിട കൊട്ടേഷനൊക്കെയായി ബിഗ് ബിയും ഷാജിയേട്ടനുമൊക്കെ മലയാള സിനിമയിൽ വിലസിയ കൊച്ചി. ഇതാണ് കോഴിക്കോട്. ഭാരതത്തിലേക്കുള്ള വൈദേശികാധിപത്യത്തിൻ്റെ ആദ്യത്തെ കാൽവെപ്പ് ഈ മണ്ണിലായിരുന്നു. സാമൂതിരിപ്പടയുടെ പെരുമ പോലെ തന്നെ പേരുകേട്ടതാണ് ഈ നാടിൻ്റെ സ്നേഹവും നല്ല കോഴിക്കോടൻ ഹലുവയുടെ രുചിയും. ഉസ്താദിൻ്റെ ബിരിയാണി ചെമ്പിൻ്റെ ദം പൊട്ടിച്ചപ്പോൾ ബിരിയാണി തിന്നാൻ കോഴിക്കോട്ടേക്ക് വണ്ടി കയറിയവരുടെ എണ്ണവും കുറവല്ല. എന്നാൽ നമ്മുടെ കഥ നടക്കുന്നത് ഇവിടെയൊന്നുമല്ല. നിങ്ങളറിയില്ലേ നമ്മുടെ താമരശ്ശേരി ചുരം? നമ്മുടെ താമരശ്ശേരി ചുരടോ, ആ ചുരം അങ്ങ് കയറണം. അങ്ങ് ദൂരെ മലമുകളിൽ വയനാട്ടിൽ, പഴശ്ശിയുടെ വീരഗാഥകൾ പിറന്ന വയനാട്ടിൽ. ഒരു കാര്യം കൂടി പറയട്ടെ. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുമ്പേ കണ്ട ഏതെങ്കിലുമൊക്കെ സിനിമയുമായിട്ട് എന്തെങ്കിലും സാമ്യമോ സാദൃശ്യമോ ഒക്കെ തോന്നിയാൽ ആ സിനിമകളൊക്കെ ഞങ്ങളും കണ്ടിട്ടുണ്ട് എന്നുകൂടി പറയാൻ സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്. സിദ്ധാർത്ഥല്ലേ? ഓ, 8:45. അതല്ല, സിദ്ധാർത്ഥല്ലേ? എന്നെ മനസ്സിലായോ? എവിടെയോ കണ്ട പോലെ, പക്ഷേ പെട്ടെന്നങ്ങ് മനസ്സിലാവുന്നില്ല. ഞാൻ ഷാഹിന, പണ്ട് ട്യൂഷൻ ക്ലാസ്സിൽ. ഓ, ഷാഹിന. കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് വലിയ മാറ്റമൊന്നുമില്ല. താടിയും മുടിയും വന്ന് ഇച്ചി ഫ്രീക്കനായി. അതിന് പണ്ട് എന്നെ കാണാൻ എന്താ അത്ര കുറവ്? രാസപരമായി സംയോജിച്ചിരിക്കുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിന്റെ അംശബന്ധത്തിൽ ആഗിരണം ചെയ്യാൻ ഗാഢ സൾഫ്യൂരിക് ആസിഡിന് കഴിയും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അഭികാരകങ്ങളുടെ ഗാഢത കൂടുന്തോറും യൂണിറ്റ് വ്യാപ്തത്തിലെ തന്മാത്രകളുടെ എണ്ണവും ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണവും കൂടുന്നു. തൽഫലമായി രാസപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? സിദ്ധാർത്ഥ് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നോണം. യെസ് മിസ്. കൊള്ളാലോ. ഇതെനിക്ക് തരുമോ? ഒരു മിനിറ്റ്. ദാ. ചെല്ലടാ. പോണോ? ചെന്ന് പറ. പോ. വേണ്ട, ചെന്ന് പറയ്. ഷൈന. ആ, എന്താ? എനിക്ക് നിന്നെ ഇഷ്ടാ.
ഐ ലവ് യു. ടാ, പോടാ. തല്ലടാ തല്ല്. നിന്നെ ആ എന്റെ ഉമ്മ. സിദ്ധാർത്ഥ്, ആ ബസ് വന്നു, ഞാൻ പോട്ടെ. ഇന്നെന്താ നേരത്തെ എത്തിയോ? ഇല്ല, ദേ ഇപ്പോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ, ചോയ്ക്ക്. ഇത്രയും കാലം എവിടെയായിരുന്നു? പിന്നെ കണ്ടതേ ഇല്ല ട്യൂഷൻ ക്ലാസ്സിലൊന്നും. 8 മുതൽ ബാപ്പാന്റെ തറവാട്ടിൽ നിന്നാ പഠിച്ചേ. അങ്ങ് നാട്ടിലെ എന്തേ? ഒന്നുമില്ല, പിന്നെ കണ്ടതേ ഇല്ല. ആ വാടാ പോവാ. നീ ഓർക്കുന്നില്ലേ ഷാഹിനെ? ഡാ പന്നി, നിന്നോടാ. എന്താടാ? ഷാഹിനെ ഓർക്കുന്നില്ലേ? ഏത് ഷാഹിന? പണ്ട് നമ്മുടെ കൂടെ ട്യൂഷൻ ക്ലാസ്സിലുണ്ടായിരുന്ന ഷാഹിന. ഇന്ന് രാവിലെ ബസ് സ്റ്റോപ്പിൽ കണ്ടില്ലടാ. ആ, അതിന് ഒന്നുമില്ല. പിന്നെയും തുടങ്ങിയോ? പണ്ടത്തേക്ക മൊഞ്ചത്തി ആയിട്ടുണ്ട്. ഇഷ്ടായി ഇഷ്ടായി. ഇപ്പോഴും പണ്ടത്തെ പോലെ ചിത്രം വരെയൊക്കെ ഉണ്ടോ? ഷൈന, നിന്റെ ഫോൺ നമ്പർ? രാവിലെ ഒന്നും കഴിച്ചില്ലേ? ഒരു ക്ഷീണം. കളിയാക്കിയതാ? എനിക്ക് നോമ്പാ. ഷോ, ഞാനത് മറന്നു. ഞാനും ഇടയ്ക്കൊക്കെ നോമ്പെടുക്കാറുണ്ട് കേട്ടോ. എങ്കിൽ നാളെ നോമ്പെടുക്കോ? ആ, ഓഫ് കോഴ്സ്. സിദ്ധാർത്ഥേ, ഇന്ന് നോമ്പെടുത്തില്ലേ? പിന്നല്ല. ഇന്ന് പൊരയില് നോമ്പ് പറയാ. സിദ്ധാർത്ഥ് വരുമോ? നോക്കട്ടെ. അപ്പോൾ നിന്റെ കുടുംബക്കാരൊക്കെ ഉണ്ടാവൂലേ? അപ്പോൾ ഞാനാരാന്ന് ചോദിച്ചാൽ എന്തു പറയും? ഫ്രണ്ടാന്ന് പറയും. ശരി, എന്നാ ഞാൻ ഉണ്ടാവില്ല കേട്ടോ വൈകിട്ട്. ഓക്കെ. നീ എന്തിനാ വന്നേ? രാവിലെ ചോദിച്ചപ്പോൾ വലിയ ഡിമാൻഡ് ആയിരുന്നല്ലോ. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പൊരയിൽ എല്ലാവരും ഉണ്ട്. ആരെങ്കിലും നിന്നെ കണ്ടാ നീ വേഗം പോയിക്കോ. സിദ്ധാർത്ഥ്, നോമ്പാണെന്നല്ലേ പറഞ്ഞേ?
നിന്നെയും തേടി വന്നു ഞാൻ. വിരിയുന്ന പൂവുകളാൽ നിറയുന്ന രാവുകളിൽ നിന്നെയും കാത്തു നിന്നു ഞാൻ. അഴകേ എൻ ഷാഹിന അലിയൂ നീ എന്നിലായി ഒരു നേർത്ത പാട്ടിൻ നീണമായി നിറയും നിലാവിൻ മൗനമായി ഒരു നേർത്ത പാട്ടിൻ നീണമായി നിറയും നിലാവിൻ മൗനമായി. ആ ഹലോ ശ്രീഹരി. ആ സിദ്ധു, എന്തേ? എടാ ഇന്ന് പിന്നെ ഷാഹിനയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും? അവളൊന്നും പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ല, ഒന്നുമില്ല. ഓക്കെ. നീ എന്താ ഇവിടെ നിന്ന് ബസ് കയറുന്ന ഷൈന? ഒന്നുമില്ല. ഞാൻ അവിടെ നിന്ന് കയറുന്നോണ്ടാണോ? എന്നാ നാളെ മുതൽ ഞാൻ അവിടെ നിന്ന് മാറി കയറിക്കൊള്ളാം. അതൊന്നുമല്ല. പിന്നെ ഒന്നുമില്ല, ഞാൻ പോട്ടെ. നീ പോണില്ല. എന്നെ അവിടുത്തെ ദേഷ്യം പിടിപ്പിക്കില്ലേ? കാര്യം പറ. നീ എന്തിനാ വീട്ടിൽ വന്നേ? എന്തേ? ആരെങ്കിലും കണ്ടോ? ഇല്ല. പിന്നെ അത് നിന്നെ എനിക്കൊരു ഫ്രണ്ട് എന്ന രീതിയിൽ വീട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോൾ എനിക്കുണ്ടായ പേടി അത് വേറെന്തെങ്കിലും ആകുമോന്ന്. വേറെ എന്താ തന്നെയാണ് ഷൈന? ഇല്ല സിദ്ധാർത്ഥ്, അത് ശരിയാവില്ല, നടക്കേയില്ല. കൊച്ചു കള്ള, 4 കൊല്ലം കഴിഞ്ഞാലെന്താ, ഉമ്മച്ചിക്കുട്ടിയെ തന്നെ കിട്ടിയില്ലേ? പണ്ട് ഞാൻ അവളോട് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അവളൊന്നും പറഞ്ഞില്ല. ഇന്നിപ്പം ഞാനും അവളോ ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്തൊക്കെയോ ഉള്ള പോലെ. അപ്പോ എപ്പോഴാ മുറിക്കുന്നേ? എന്ത്? അതല്ല, കേക്ക് ആഘോഷിക്കണ്ടേ? ജാതി മതമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇതൊരു സിനിമാ കഥയല്ലെന്നും എനിക്കറിയാം. പക്ഷേ എൻ്റെ പ്രശ്നം നീ എൻ്റെ കൂടെ ഇല്ലാതിരിക്കലാണ്. ഞാനുണ്ടാവും ഷൈന, എന്തു വന്നാലും എപ്പോഴും. നീ ബോംബെ ഫിലിം കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണണം, നല്ല പടമാണ്.
മെസ്സേജ് നോക്ക്. ഇപ്പൊ വരാം, നീ ഇവിടെ നിൽക്ക്. എന്നാ ശരി. ഉമ്മച്ചി ഞാനിപ്പോൾ വരാം. ആ വേം വാ. പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതാ. എന്നിട്ട് എടുത്തോ? എടുത്തു. ഏതാ ഡ്രസ്സ്? എന്താ കളറ്? എല്ലോ. പെരുന്നാളിന് ഞാൻ കാണാൻ വരുന്നുണ്ട് എൻ്റെ മൊഞ്ചത്തീനെ. വേണ്ട, ആകെ പ്രശ്നമാവും. ദൂരെ നിന്ന് കണ്ടോളാം, സംസാരിക്കൊന്നും വേണ്ട. വേണ്ട, എനിക്ക് പേടിയാ. എന്നാ ചെല്ല്, ഉമ്മച്ചി തിരക്കുണ്ടാവും. ഈദ് മുബാറക്. നിന്നോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞതല്ലേ. ചുമ്മാ ഒരു രസം. ഡ്രസ്സൊക്കെ കണ്ടില്ലേ, സമാധാനമായില്ലേ? നീ ആ തട്ടൊക്കെ ഇട്ട എൻ്റെ ഷൈന. എൻ്റെ ഉപ്പ കണ്ട നിങ്ങളുടെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല. തട്ടത്തിമറത്ത് ഞാനും കണ്ടതാ ചക്ക. വേഗം വിട്ടോ. എന്താ ചക്ക, കുടയൊന്നും ഇല്ലേ? നമുക്കെന്തിനാ രണ്ടെണ്ണം? ഒന്ന് പോരെ? പോരാ, മോനിവിടെ നിന്നോ, ഞാൻ പോട്ടെ. നിക്ക്, ഞാനും ഉണ്ട്. ഇനി നീ പോയിക്കോ, ഞാൻ ഓടിക്കോളാം. വേണ്ട വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ നിന്റെ കൂടെ നടക്കാൻ. വേണ്ട, കൊണ്ടുപോയിക്കോ. എന്റെ ചെക്കന് പനി വന്നാ തുണി നനച്ചിടാൻ ഞാനുണ്ടാവില്ല. നീ ആരടാ? അത് ചോദിക്കാൻ നിങ്ങളാരാ? ഓളെന്റെ ആരടാ? ഫ്രണ്ടാ. ആ, ഇനി മേല എന്റെ മോളെ പിന്നാലെ കണ്ടാൽ പോടാ പോടാ. ഈ ആർക്കാടി കൊട കൊടുത്തേ? അത് അത് ആറാൻ പറഞ്ഞോളെ, ഓനെന്റെ ആരാന്നാ ചോദിച്ചേ? ഇപ്പൊ അതെന്റെ ഫ്രണ്ടാ. ഇങ്ങക്കെന്താ മനുഷ്യ ഒന്നിന് മാത്രം പോന്ന പെണ്ണിനെ ഇട്ട് തല്ലുന്നത്? ഇങ്ങോട്ട് ഇരിക്കി. എന്താ ഉണ്ടായ മോളെ? ഞാനൊന്ന് കാണുകയും കേൾക്കുകയും ചെയ്യില്ലാന്ന് വിചാരിക്കണം കേട്ടോ. ഞാനേ എന്റെ ബാപ്പയാണ്. ബാപ്പ നീ മേല ഈ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് അവനെ കാണുകയോ മിണ്ടുകയോ ചെയ്താ കൊന്നളേ രണ്ടിന്. ഏടാ ഫോണ്? മതിയൊക്കെ അനക്കൊക്കെ സൗകര്യം കൂടി എന്നെ സൂക്കണം. ആ ഹലോ, ഓൾ ഉപ്പ എന്നെ ഇന്നലെ കണ്ടിരുന്നോ? ആടാ
ചെറിയൊരു സീനായി. ചെറുതല്ല, ഇച്ചിരി വലിയ സീനായിണ്ട്. ഇതൊന്നും നടക്കൂലെന്ന് അന്നേരെ ഓള് പറഞ്ഞല്ലേ. എടാ എനിക്ക് അവളെ കാണണം. ഇനി രണ്ടാളും തമ്മാമ കാണണ്ട. കണ്ടാ കൊന്നു കളയുന്ന അവളെ ഉപ്പ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഓള് സ്കൂളിൽ വരുമോന്ന് തന്നെ സംശയം. ഹലോ ഹലോ സിദ്ധാർത്ഥ്, ആ ഷാഹിന് തന്നതാ. മുഖത്തൊക്കെ അടി കിട്ടിയതിൻ്റെ പാടുണ്ട്. ഏതായാലും കുറച്ചു കാലം തമ്മാമ് കാണണ്ട. ഹലോ, പറയടാ, എന്താ വിശേഷിച്ച്? ആ നാളത്തോടെ ക്ലാസ് തീരും. ഷാഹിനയ്ക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരിട്ടൊന്ന് കാണണമെന്ന്. വരാന്ന് പറയടാ. ശരി. നിനക്ക് സുഖല്ലേ? നിനക്കോ? കാണാതിരുന്നപ്പോൾ എന്തു തോന്നി? ഞാൻ എന്നും കണ്ടിരുന്നു. എൻ്റെ ചുവരിൽ നിറഞ്ഞ നീ വരച്ച ചിത്രങ്ങളിലൂടെ എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി ആ ചുവരുകളിൽ എൻ്റെ ചിത്രങ്ങൾ നിറയില്ല. ക്ലാസ് കഴിഞ്ഞു. ഇനിയൊരു പക്ഷേ കാണാൻ കഴിഞ്ഞെന്നും വരില്ല. ആ ചിത്രങ്ങളാണ് എൻ്റെ മനസ്സ് മുഴുവൻ. അതാർക്കും മായ്ച്ചു കളയാൻ കഴിയില്ല. വേണ്ട, അത് ശരിയാവില്ല. നമുക്ക് പിരിയാം. നിനക്കതിന് കഴിയോ? ഇല്ല, എനിക്ക് കഴിയില്ല. ഞാൻ കാത്തിരിക്കാം, എത്ര കാലം വേണമെങ്കിലും, ആരൊക്കെ എതിർത്താലും. സിദ്ധാർത്ഥ്, എൻ്റെ കഴുത്തിൽ മെഹർ ചാർത്തുന്നുണ്ടെങ്കിൽ ആ നീ മാത്രമായിരിക്കും. ഹലോ ശ്രീഹരി. ഷാഹിന് ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ? ഓള് പഠിക്കാൻ പോവാന്ന് കാസർഗോഡ്. പോവേ? എന്ന്? നാളെയോ മറ്റേ പോന്നാന്നാ പറഞ്ഞത്. ശരിക്കറിയില്ല. ഏതാ കോളേജ്? അതൊന്നും പറഞ്ഞില്ല. പോവാന്ന് മാത്രം നിന്നോട് പറയാൻ പറഞ്ഞു. അറിയിച്ചതിനുള്ള നന്ദി പറഞ്ഞേക്ക്. എൻ്റെ കഴുത്തിൽ മെഹർ ചാർത്തുന്നുണ്ടെങ്കിൽ ആ നീ മാത്രമായിരിക്കും. ഡാ, ഞാൻ പിന്നെ വിളിക്കാം. സിദ്ധാർത്ഥ്,
ഇത് ഞാനാണ്, ഷാഹിന. ഞാനിപ്പോൾ കാസർഗോഡല്ല. ശ്രീഹരിയോട് ഞാൻ കള്ളം പറഞ്ഞതായിരുന്നു, നിന്നിൽ നിന്ന് അകലാൻ വേണ്ടി. അന്ന് കോഴ്സിന് ചേരുന്നതിന് മുമ്പ് ഉപ്പ എന്നോടൊന്നേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, നിന്നെ മറക്കണം. ഇത്ര ദൂരം പഠിക്കാൻ വിട്ടപ്പോഴും എന്നെ കാണാതിരിക്കാൻ കഴിയില്ലെങ്കിലും ഉപ്പയ്ക്ക് ഈ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കരഞ്ഞു ഭൂമിയോളം താഴ്ന്നു ആ മനുഷ്യൻ. എൻ്റെ ഉപ്പയല്ലേ, ഞാൻ സമ്മതിച്ചു. അതാ ഞാൻ നിന്നോട് പറയാതിരുന്നു, മിണ്ടാതിരുന്നു, കാണാനോ എഴുതാനോ ശ്രമിക്കാതിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ കൈകൾക്ക് എഴുതാതിരിക്കാനാവുന്നില്ല. എൻ്റെ കണ്ണുകൾ നിന്നെ കാണാഞ്ഞ് കരഞ്ഞു കലങ്ങിയിരിക്കുന്നു. ഉപ്പയേക്കാൾ നിന്നോട് സ്നേഹമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ എനിക്ക് നിന്നെ പെരുത്തിഷ്ടാണ്. ഇന്ന് സ്വന്തം ഷാഹിന. പ്രിയപ്പെട്ട ഷാഹിന, ഫ്രം അഡ്രസ് ഇല്ലാത്ത കത്തിന് എങ്ങനെ മറുപടി എന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. നിൻ്റെ കോളേജ്, ഹോസ്റ്റൽ, ഫോൺ നമ്പർ എല്ലാം നീ പോയ അന്ന് തന്നെ എനിക്ക് കിട്ടിയിരുന്നു. ശ്രീഹരിയല്ല, വേറൊരാൾ. ഡാ, ഞാൻ പിന്നെ വിളിക്കാം. ഇതൊക്കെ എൻ്റെ താത്ത വരച്ചതാ? നല്ല വരയ്ക്കേനു, ഇന്നൊക്കെ വരച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ? ഇത്താത്ത കാസർഗോഡേക്കല്ല പോയിട്ടുള്ളേ. നിങ്ങളെ രണ്ടാളും ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്, അന്ന് നോമ്പ് തുറേൻ്റെ അന്ന് വീട്ടിൽ വന്നതും ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നൊക്കെ. ഇത്താത്ത എങ്ങോട്ടാ പോയെന്നും എന്തിനാന്നും ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഒന്നുണ്ട്, നിങ്ങളിപ്പോൾ പിന്നാലെ പോകരുത്. ഇത് ഭീഷണിയൊന്നുമല്ല, അപേക്ഷയാണ്. എൻ്റെ വാപ്പായ്ക്ക് വേണ്ടി, താത്തയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ഷാഹിനിക്ക് വേണ്ടി. ആ വരവ് അന്ന് കാസർഗോഡെങ്കിൽ കാസർഗോഡ് എന്നുറച്ച് ഇറങ്ങിയതായിരുന്നു. പക്ഷേ ആച്ചി പറഞ്ഞപ്പോൾ കാണാണ്ടിരിക്കുന്നതാ ശരിയെന്ന് തോന്നി. എൻ്റെ ഷാഹിനിക്ക് വേണ്ടി. പെണ്ണെ, ഒന്നിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ കഴുത്തിൽ ആരേലും മഹർ ചേർന്നുണ്ടേ, അത് ഈ സിദ്ധാർത്ഥായിരിക്കും. ഷാഹിന 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 ഷാഹിന. ഓക്കെ, ആക്ഷൻ. അങ്ങനെ